ഈ ഒറ്റപ്പെടൽ ഇപ്പോഴൊരു ശീലമായി. എൻ്റെ വിധിയോട് ആരോടും ഇല്ല പരിഭവം. 15-ാം വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ മായമ്മയോളം വരില്ല ബാക്കി ഒരു നഷ്ടങ്ങളും. എത്ര വേഗമാണ് അമ്മ എന്നെ വിട്ടേച്ചു പോയത്. അതോടെ അച്ഛനെയും കാണാതായി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ബന്ധുക്കളൊക്കെ പോയി. പിന്നെ ആ കുടിലിൽ ഒറ്റയ്ക്കായി. മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നത് പിന്നെയും സഹിക്കാം. രാത്രി കഥകിലെ മുട്ടലാണ് സഹിക്കാൻ പറ്റാതായത്. പേടിച്ചിരണ്ട മാൻപേടയെ പോലെ ഉറങ്ങാതിരുന്ന നീണ്ട രാവുകൾ. ഒടുവിൽ മാധവൻ മാഷാണ് ഇവിടെ കൊണ്ടാക്കിയത്. വീട്ടുപണിക്കൊരാൾ, അതായിരുന്നു അവരുടെ ആവശ്യം. എന്നാലും ശാരദാമ്മ നല്ലൊരു കുലീനയായിരുന്നു. ഒറ്റ മകൾ ലക്ഷ്മി. എന്നേക്കാൾ ഒരു വയസ്സ് മാത്രമാണ് മൂപ്പ്. എന്നാലും ഞാൻ ലക്ഷ്മിയടത്തി എന്നേ വിളിക്കാറുള്ളൂ. ചേച്ചിയുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വലിയ വീട്ടിലാണ്. കാമവെറി കൊണ്ട കണ്ണുകളോടെ ആരും കഥകിന് മുട്ടാനില്ല. കിടക്കാൻ നല്ലൊരു മുറിയുണ്ട്. കിട്ടുന്ന ശമ്പളം ശാരദാമ്മ മുടങ്ങാതെ എൻ്റെ പേരിൽ ബാങ്കിൽ ഇടുന്നു. രാത്രിയാകുമ്പോൾ ഒരു സങ്കടമൊക്കെയാണ്. ആരും കാണാതെ നിറയുന്ന കണ്ണീരൊപ്പം നീട്ടുന്ന കൈവിരലുകളില്ല. സന്തോഷം പങ്കുവയ്ക്കാൻ ചായം പൂശിയ ഈ ചുമരുകൾ മാത്രം. എന്നാലും ഈ ദേവുവിന് ഒരു പ്രിയ സഖിയുണ്ട്. എൻ്റെ ഡയറി. 10-ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയതിന് സ്കൂളിൽ നിന്നും കിട്ടിയതാണ്. അന്ന് മുതൽ വേർപിരിയാതെ ഇവൾ എനിക്കൊപ്പമുണ്ട്. വരുന്ന സങ്കടങ്ങളും ചിരികളുമൊക്കെ ഞാൻ ഇവരുടെ മാറിലാണ് പകർത്തുന്നത്. ചട്ടയൊക്കെ നരച്ചു തുടങ്ങി. അക്ഷരങ്ങൾ മങ്ങിയും ചിലത് വീണ്ടും വായിക്കുമ്പോൾ കണ്ണീരാൽ മുങ്ങിപ്പോയി. എന്നാലും മനസ്സിൽ കൂറിയിട്ട നൊമ്പരങ്ങൾ പകർത്താൻ മറന്നുപോകില്ലല്ലോ. വീണ്ടും മാഞ്ഞുപോയ അക്ഷരങ്ങൾക്ക് ജീവൻ പകരും. ഇപ്പോൾ ഏകദേശം 100ഓളം കഥകൾ ആയിട്ടുണ്ടാകും. ഒക്കെ മാഷിനെ കാണിക്കും. വായിക്കുമ്പോൾ മാഷിന്റെ മുഖത്തെ മിന്നിമറിയുന്ന ഭാവങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒടുവിൽ ആത്മസംതൃപ്തിയുടെ നീരാട്ടം ആ മുഖത്ത് കാണുമ്പോൾ ഞാനോട് നെടുവീർപ്പിടും. ആദ്യമൊക്കെ മാഷ് ചോദിക്കാറുണ്ടായിരുന്നു, ദേവു, നിന്റെ അമ്മ എഴുതാറുണ്ടോ? അമ്മ, എൻ്റെ മായമ്മ, പാവം, അതിന് നിനക്ക് എവിടെയാ മാഷ് നേരം? ആ കരിപുരണ്ട അടുക്കളയിൽ ജീവിതം ഹോമിച്ച അമ്മയുടെ കണ്ണുകൾ 1000 കഥകൾ ചൊല്ലാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ. ചിരിക്കാനും മറന്നുപോയ ആ മുഖത്തെ അല്പസന്തോഷം കാണുന്നത് എന്നെ കാണുമ്പോൾ മാത്രം. ഒരു കുഞ്ഞു കമ്മൽ വാങ്ങിത്തരാൻ കിട്ടുന്ന ചില്ലറയൊക്കെ മണിച്ചപ്പിൽ ഒളിപ്പിച്ചു കുഴിച്ചിടും. എന്നും അത് പെറുക്കിയെടുത്ത് എണ്ണം തോറും കൂടുന്നുണ്ടോ മായമ്മേ എന്ന് ചോദിച്ച് ഞാൻ എപ്പോഴും കളിയാക്കും. ഇതാ മാഷെ എൻ്റെ അമ്മ. എൻ്റെ വാക്കുകൾ കേട്ട് മാഷ് നിശബ്ദനായി. അപ്പോൾ ദേവുവിൻ്റെ അച്ഛനോ? ഓ, അച്ഛൻ എഴുത്തില്ല മാഷെ, പക്ഷെ പാടും നല്ല പൂരപ്പാട്ട്. ഞാൻ ജനിച്ചത് മുതൽ തുടങ്ങിയതാ ഈ പൂരപ്പാട്ട്. മുൻപൊക്കെ കള്ളുകൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പെണ്ണായപ്പോൾ അച്ഛൻ ആകെ തകർന്ന പോലെയായി. ആണത്തം ഇല്ലാത്തവർക്ക് ആണത്തിലെ പെണ്ണു ജനിക്കുക. കള്ളു കുടിച്ചും 4 കാലിൽ വരുമ്പോൾ എന്നെ കണ്ടാൽ അപ്പോൾ എനിക്കും കിട്ടും തന്നെ. രാത്രിയാകുമ്പോൾ അമ്മയെ മോഹിച്ചും കൊണ്ട് ഒരു വരവുണ്ട്. കണ്ണുകളിൽ കാമം ഒളിപ്പിച്ചും രാത്രിയിൽ അമ്മയുടെ മേലിൽ പറന്നു കയറുന്ന ആ കൈകളെ അമ്മ തട്ടിമാറ്റില്ല. പകരം അടുത്ത് കിടക്കുന്ന എന്നെ നുള്ളിയുണർത്തും. ഒരു കരച്ചിലൂടെ ഞെട്ടിയുണർന്ന് കരയുന്ന എന്നെ കണ്ട് അരിശത്തോടെ അച്ഛൻ മുറിവിട്ടു പോകും. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ബാക്കി വിത്തുകളൊന്നും അമ്മയുടെ ഉദരത്തിൽ ആകാനായുമില്ല. എന്നാൽ ആ ദിവസത്തിൽ ഒക്കെ കീമേൽ മറിഞ്ഞു. അന്ന് ഞാൻ പ്രൈസ് വാങ്ങാൻ സ്കൂളിലേക്ക് പോയതായിരുന്നു. ഒപ്പം വരാൻ ഞാൻ അമ്മയെ ഒരുപാട് നിർബന്ധിച്ചതായിരുന്നു. മാറിയെടുക്കാൻ നല്ല സാരി ഇല്ലെന്ന് പറഞ്ഞ് അമ്മ ഒഴിവായി. പാവം, പറഞ്ഞത് ശരിയാട്ടോ. എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ നാണക്കേടാവുമോ എന്ന് കരുതിയിട്ടാകും. അല്പം സങ്കടത്തോടെ ഞാനും പോയി. ഇതറിഞ്ഞിട്ട് തന്നെയാകും അച്ഛൻ ഉച്ചയ്ക്ക് വന്നത്. അമ്മയെ മോഹിച്ചു. അച്ഛനൊരു ആൺകുഞ്ഞു കൂടി വേണം. അമ്മയ്ക്ക് ഈ കഷ്ടപ്പാടിനിടയിൽ ഒരു കുട്ടി കൂടി വേണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ അമ്മ തടഞ്ഞു. പിന്നെ ബലം പ്രയോഗിച്ചു. കീഴ്പ്പെടുത്താൻ ശ്രമം. ആ ബലപ്രയോഗത്തിനിടയിൽ ഉമ്മറപ്പടിയിൽ തലയടിച്ചു ചോര വാർന്നൊലിച്ചു അമ്മ പോയി. പേടിച്ചുപോയ അച്ഛനും നാടുവിട്ടു. എവിടെയാണാവോ, ഒരറിവുമില്ല. പോലീസ് കുറെ തിരഞ്ഞു. ഇതാണ് മാഷെ അച്ഛൻ എഴുതിയ കഥകൾ. ആ രചനയിൽ എൻ്റെ അനാഥത്വം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടു മാഷ് നിശബ്ദനായി. സാരമില്ല ദേവു, ഒക്കെ മറക്കണം. നിനക്ക് നല്ല ഒരു കാലമുണ്ടാവും. ഈ കഥകളൊക്കെ പുറം ലോകം കാണണം. നീ ലക്ഷ്മിയോട് പറയൂ ഈ കഥകളൊക്കെ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കാൻ. എനിക്ക് ഈ മൊബൈലിനോടൊക്കെ അല്പം തൊട്ടുകൂടായി ഉണ്ട് ദേവു. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ ഓൺലൈനിൽ ഇട്ടേനെ. എൻ്റെ കഥകളും കവിതകളും ഒക്കെ എൻ്റെ ചെറുമോൾ ചിന്നുവാണ് പോസ്റ്റ് ചെയ്യുന്നത്.
എൻ്റെ തൂലിക എന്ന പേജ്. അതിൽ നീ പോസ്റ്റ് ചെയ്യൂ. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, തീർച്ച. അയ്യോ മാഷേ, എനിക്ക് മൊബൈൽ കൂടിയില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അനാഥയായി എനിക്ക് എന്തിനാണ് അതൊക്കെ? മാഷ് പറഞ്ഞതും എനിക്ക് മനസ്സിലായിട്ടും കൂടിയില്ല. ഈ തൃശ്ശൂരിൽ പൂരത്തിനിടയിൽ പെട്ടുപോയൊരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെയുള്ള എൻ്റെ വാക്കുകൾ കേട്ട് മാഷ് ചെറുതായി ഒന്ന് ചിരിച്ചു. സാരമില്ല, ഞാനൊരു കത്ത് തരാം, നീ അത് ലക്ഷ്മിയെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ മാഷിന്റെ വാക്കുകൾ കേട്ട് മെല്ലെ ഒന്ന് തലയാട്ടി. വൈകുന്നേരം ചായക്കുടിയൊക്കെ കഴിഞ്ഞു ഊഞ്ഞാലിൽ ആടുകയായിരുന്നു ലക്ഷ്മി അടത്തി. കയ്യിൽ മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. ചുണ്ടിൽ ചെറിയ ചിരിയും മിന്നിമായുന്ന ഭാവങ്ങൾ ലക്ഷ്മി അടത്തി. ഞാൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. എന്താ ദേവു, എന്താ വേഗം കാര്യം പറയേ, ഞാൻ അല്പം ബിസിയാണിപ്പോൾ. ഞാൻ ഒന്നും മിണ്ടാതെ മാഷ് തന്ന കത്ത് ചേച്ചിക്ക് നേരഞ്ഞിട്ട്. ഇതെന്താണ്? മാധവൻ മാഷ് തന്ന ചേച്ചിയെ ഏൽപ്പിക്കാൻ. മാഷ് തന്നതോ? എന്നെ ഏൽപ്പിക്കാനോ? ഞാൻ നോക്കട്ടെ ചേച്ചി. ആ കത്ത് വായിക്കാൻ തുടങ്ങി. ആ കത്തിലെ ഉള്ളടക്കം എനിക്കും അജ്ഞാതമാണ്. കത്ത് വായിച്ച ചേച്ചിയുടെ മുഖത്ത് അത്ഭുതഭാവം. വിടർന്ന കണ്ണുകളോടെ ചേച്ചി എന്നെ നോക്കി. നീ എഴുതുമോ ദേവു? ഞാൻ ഒന്നും മിണ്ടാതെ തലയാട്ടി. നീ പോയി അതൊക്കെ എടുത്തിട്ട് വാ, നോക്കട്ടെ, നല്ലതാണെങ്കിൽ ഞാൻ എൻ്റെ തൂലികയിൽ പോസ്റ്റ് ചെയ്യാം. മാധവൻ മാഷ് വെറുതെ പറയില്ലല്ലോ ദേവു, വേഗം പോയി എടുത്തിട്ട് വാ. ഞാൻ വേഗം തന്നെ ആ ഡയറി മാറോടടിക്ക് വന്നു. ഏട്ടത്തിക്ക് നേരഞ്ഞിട്ട്. ലക്ഷ്മി ഏട്ടത്തി ഒക്കെ വായിച്ചു. എൻ്റെ ദേവു, കുനുകുനായുള്ള ഈ അക്ഷരങ്ങൾ വായിക്കാൻ വളരെ പ്രയാസാട്ടോ. ഏട്ടത്തി ഏത് പേജ് തീരാണ്ടിരിക്കാൻ അങ്ങനെ എഴുതുന്നതാ. എൻ്റെ ദേവു, നിനക്ക് എത്ര ഡയറി വേണം? ഞാൻ തരാമല്ലോ. എത്ര ഡയറി കിട്ടിയാലും ആ ഡയറി പോലെ ആകില്ല. അതിൽ എൻ്റെ അമ്മയുടെ ചോരയുടെ ഗന്ധമുണ്ട്, കണ്ണീരിൻ്റെ ഉപ്പും. ഒന്നും മിണ്ടാതെ നിന്നു ദേവു. ഞാൻ ഇന്ന് തന്ന കഥകൾ പോസ്റ്റ് ചെയ്യാം, ആരെങ്കിലും വായിക്കുമോ ആവാം. എനിക്ക് കഥകളെ പറ്റിയൊന്നും വലിയ ഞാനില്ല കേട്ടോ. എന്തായാലും ഈ ഡയറി എൻ്റെ അടുത്തിരിക്കട്ടെ. ആ ഡയറി പോയതോടെ ഞാൻ ഏകയായ പോലെ, ആത്മാവിൽ നിന്ന് എന്തോ പറിച്ചെറിഞ്ഞ പോലെ, അമ്മിഞ്ഞപ്പാൽ കിട്ടാതെ വീഴുന്ന പിഞ്ചു പൈതൽ പോലെയായി ഞാൻ. എന്നാലും എൻ്റെ കഥകളൊക്കെ ആരെങ്കിലും വായിക്കുമല്ലോ എന്ന സന്തോഷം എനിക്ക് ആശ്വാസം പകർന്ന് പിറ്റേ ദിവസം അതിരാവിലെ കഥകിലെ നിർത്താതെയുള്ള മുട്ടുകേട്ടാണ് ഞാൻ വന്നത്. നോക്കിയപ്പോൾ എടുത്തി. പുലർച്ചെ എന്തോ എടുത്തി എൻ്റെ മുറിക്ക് പുറത്ത് വന്ന് എൻ്റെ കണ്ണുകളിലെ ചോദ്യം ചേച്ചി വായിച്ചെടുത്തു. ദേവു, ഐ ആം സോറി ഹാപ്പി. നിന്റെ ആ സ്റ്റോറി ആത്മനൊമ്പരം ഹിറ്റായി. ഒറ്റ ദിവസം കൊണ്ട് 1000 ലൈക്സ്. നീ ഈ കമൻ്റൊക്കെ വായിച്ചു നോക്ക്. ഒക്കെ വായിച്ചു, കണ്ണുകൾ നിറഞ്ഞു. ആത്മനൊമ്പരം വെറുമൊരു കഥയല്ല, എൻ്റെ ജീവിതം തന്നെയാണ്. അങ്ങനെ എൻ്റെ കഥകളൊക്കെ ഓരോന്നായി പുറത്തു വന്നു. എല്ലാത്തിനും നല്ല പ്രതികരണങ്ങളും കിട്ടി. എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ പുതിയ കഥകൾ എഴുതാൻ തുടങ്ങി. നാളുകളും മാസങ്ങളും വേഗം തന്നെ ഒഴുകി തുടങ്ങി. എൻ്റെ തൂലിക മാത്രം നിലയ്ക്കാതെ ഒഴുകി. ഒരു സന്ധ്യയ്ക്ക് അമ്പലത്തിൽ വെച്ച് ചിന്നുവാണ് മാഷിനെ തന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി പറഞ്ഞത്. ശരിയാണ്, മാഷിനെ കണ്ടിട്ട് കുറേ നാളായി. ഈ എഴുത്തിനിടയിലൊക്കെ മറന്നുപോലെയാണ്. ചിന്നു ഇന്ന് നേരം ഇഷിയായി. നാളെ ഞാൻ എന്തായാലും ഒരു തീർച്ച. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ മാഷിന്റെ വീട്ടിലെത്തി. ഉമ്മറത്ത് ചാരുകസേരയിൽ പുസ്തകം വായിച്ചു കിടക്കുകയായിരുന്നു മാഷ്. ഞാൻ ആ കാൽക്കൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ദേവു ഇരിക്കൂ. മാഷ് അറിഞ്ഞു കാര്യങ്ങളൊക്കെ. എൻ്റെ കഥകളൊക്കെ പുറത്തു വന്നു. എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായി, സന്തോഷമായി. മാഷ് എനിക്ക് കണ്ടു ദേവു. ഒരു ദിവസം ചിന്നുവാണ് എന്നോട് ചോദിച്ചത്, മുത്തശ്ശി വടക്കേത് ലക്ഷ്മി ചേച്ചി കഥ എഴുതുമോ? അമ്പലപ്പുഴയാണ് ആ മൊബൈലിലെ കഥകൾ ഞാൻ വായിച്ചത്. ആ കഥകളൊക്കെ നീ എഴുതിയായിരുന്നു ദേവു. ഞാൻ ചിന്നുവിനോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് ചിന്നു വളരെ സന്തോഷത്തോടെ മറ്റൊരു കാര്യം എന്നോട് പറയുന്നത്. മാഷിന്റെ സംസാരം കേട്ടു ഞാൻ ഒന്നും മിണ്ടാനാകാതെ ധരിച്ചിരുന്നു. മുള പൊട്ടിയ സ്വപ്നത്തിന്റെ ചിറകുകൾ കരിയാൻ തുടങ്ങി. ദേവു, നീ കേൾക്കുന്നുണ്ടോ? പറയൂ മാഷേ, എന്താണ് ചിന്നു പറഞ്ഞത്? എൻ്റെ തൂലികയുടെ 2ാം വാർഷികോത്സവം ഈ ശനിയാഴ്ച നമ്മുടെ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടത്തുകയാണ്. അന്ന് അവരുടെ കഥാസമാഹാരമായ ഇലഞ്ഞിപ്പൂക്കും മണങ്ങൾ എന്ന കഥാപുസ്തകത്തിന്റെ ഒരു കഥയോടൊപ്പം നിന്റെ ആത്മനൊമ്പരങ്ങൾ എന്ന കഥ കൂടിയുണ്ട്. സത്യമാണ് മാഷെ, എൻ്റെ കഥയും ആ കഥ എൻ്റെ ജീവിതമാണ് മാഷെ. അതേ ദേവു, സത്യം. എൻ്റെ തൂലികയിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയ നിന്റെ കഥ, ആരും മോഹിച്ചു പോകുന്ന അംഗീകാരം. പക്ഷെ ദേവു, ഇതൊക്കെ നീ എഴുതിയതാണെങ്കിലും ഒക്കെ ലക്ഷ്മിയുടെ പേരിലാണ്. ആ വേദിയിൽ അംഗീകരിക്കപ്പെടുക നീയല്ല, ലക്ഷ്മിയാകും. മാഷെ, അടക്കി വെച്ച സങ്കടമൊക്കെ പുറത്തു ചാടി. സാരല്ല മാഷെ, അല്ലേലും ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്. ഏടത്തി മനഃപൂർവ്വം ചെയ്തതാകില്ല. ഞാൻ എൻ്റെ കഥ പോസ്റ്റ് ചെയ്യാനിൽ പറഞ്ഞുള്ളൂ.
ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഏടത്തിയും കരുതിയിട്ടുണ്ടാവില്ല. അറിയില്ല ദേവു, എന്നാലും ഒരു വാക്ക് അവൾക്ക് നിന്നോട് പറയായിരുന്നു. ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ മാഷ് കാണണ്ടേ തുടയ്ക്കുന്ന തിടുക്കത്തിലായിരുന്നു ഞാനപ്പോൾ. സാരല്ല, കുറച്ചൊക്കെ എന്റെ തെറ്റാണ് ദേവു. അന്ന് ഞാൻ ചിന്നുവിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു നിന്റെ കഥകൾ. ഇനിയിപ്പോൾ ആരും വേണ്ട. ഞാൻ നിനക്ക് ഒരു മൊബൈൽ ഉടനെ വാങ്ങിത്തരാം. നീ സ്വയം എഴുതണം. പിന്നെ ശനിയാഴ്ച നീ വരണം. അയ്യോ മാഷെ, ഞാൻ വരില്ല, എനിക്ക് സങ്കടാവും. എനിക്കൊന്നും കേൾക്കേണ്ട ദേവു, ഇത് എന്റെ ആജ്ഞയാണ്. ലക്ഷ്മിയോടൊന്നും പറയണ്ട. അമ്പലത്തിനടുത്ത് കാറിൽ ഞാനും ചിഹ്നവും ഉണ്ടാകും. നീ കൃത്യസമയത്ത് തന്നെ വരിക. ശാരദയോട് ഞാൻ ഫോണിൽ കാര്യം പറഞ്ഞുകൊള്ളാം. അങ്ങനെ ആ ശനിയാഴ്ച എത്തി. പറഞ്ഞ പോലെ മാഷ് കൃത്യസമയത്തെത്തി. ഇവിടുന്ന് അരമണിക്കൂർ യാത്രയേ ഉള്ളൂ അക്കാദമി ഹാളിലേക്ക്. വേദിയിൽ തന്നെ മാഷിനുള്ള ഇരിപ്പിടമുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ലക്ഷ്മി എഴുത്തിയും. മാഷിനെ കണ്ട എഴുത്തിയുടെ മുഖം വിളറി കടലാസ് പോലെയായി. ചടങ്ങുകളൊക്കെ തുടങ്ങി. എഴുത്തുകാരെയും കവികളെയും കൊണ്ട് നിറഞ്ഞ് സദസ്സ് ശരിക്കും സ്വപ്നതുല്യമായ മുഹൂർത്തം. പ്രസ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവർ മാഷിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എല്ലാത്തിനും മാഷ് കൃത്യമായി ഉത്തരം നൽകി. അടുത്ത ഉയം ലക്ഷ്മി എഴുത്തിയുടേതായിരുന്നു. എന്റെ കണ്ണുകൾ എഴുത്തിലായിരുന്നു. ലക്ഷ്മി ആത്മനമ്പരം കഥയിലെ ദേവുവിന്റെ നമ്പരങ്ങളാണ് കൂടുതൽ, അതോ മായയുടെ നമ്പരങ്ങളാണ് കൂടുതൽ? ഈ കഥയ്ക്ക് ഈ പേരിടാനുള്ള കാരണം അതിലൊന്നും ഉത്തരം നൽകാൻ ലക്ഷ്മിക്ക് ആയില്ല. പരിഭ്രമത്തോടെ അവൾ മാഷിനെ നോക്കി. ഇതിനുള്ള ഉത്തരങ്ങൾ നൽകാൻ ഈ ലക്ഷ്മിക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ എഴുതിയെന്ന് ഇവളല്ല, ഈ ഇരിക്കുന്ന ദേവുവാണ്. മാഷ് വേദിയുടെ ഏറ്റവും പിന്നിരിക്കുന്ന എനിക്ക് നേരെ വിരൽ ചൂണ്ടി. എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കായി. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പൂരപ്പറമ്പിൽ വൈദ്യത്തിലേക്ക് ഇടാമായത്. ചോദ്യങ്ങളുമായി അവർ എന്റെ നേരെ വന്നു. എല്ലാത്തിനും ഞാൻ കൃത്യമായി ഉത്തരം നൽകി. അവരുടെ അവസാന ചോദ്യം കേട്ട് ഏടത്തിയൊന്നും ഞെട്ടി. ദേവുവിന്റെ ഈ കഥകൾ എങ്ങനെ ലക്ഷ്മിയുടേതായി? അവർ മോഷ്ടിച്ചതാണോ? ഞാൻ ഏടത്തിയുടെ മുഖത്തേക്ക് നോക്കി. തലയും താഴ്ത്തിയിരിക്കുമായിരുന്ന ഏടത്തി, ഇല്ല, ഈ കഥകൾ ആരും മോഷ്ടിച്ചതല്ല, ഞാൻ തന്നെയാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത്. ഏടത്തി കാരണം എന്റെ കഥകളൊക്കെ പുറം ലോകം അറിഞ്ഞു. എന്റെ ഈ വാക്കുകൾ കേട്ടതും ഏട്ടത്തി നന്ദിയോടെ ഒരു പുഞ്ചിരി വളർത്തി വേദി വിട്ടിറങ്ങി. എന്നെ എല്ലാവരും വേദിയിലേക്ക് ആനയിച്ചു. മാഷിന്റെ തൊട്ടടുത്ത് തന്നെ. ഇന്ന് ഈ വേദിയിൽ ഞാൻ സന്തോഷവതിയാണ്. മാഷിനോടുള്ള കടപ്പാട് മറക്കാനാവില്ല. മറ്റൊരാളുടെ സൃഷ്ടികൾ നമുക്ക് സ്വന്തമാക്കാനോ, പക്ഷേ ആ നൊമ്പരങ്ങൾ ആർക്കും മോഷ്ടിക്കാനാകില്ല. എന്റെ ഈ ആത്മനൊമ്പരങ്ങൾ പോലെ അവയും പവിത്ര.